ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ കർക്കിടക കൂറുകാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. കർക്കിടക കൂറിൽ സൂര്യനും ബുധനും അനുകൂലമല്ല, 2 കേതു അനുകൂലമല്ല, 3 ചൊവ്വ അനുകൂലമാണ്, 8 രാഹു അനുകൂലമല്ലെങ്കിൽ ദോഷം ചെയ്യില്ല, 9 ഭാഗ്യശനിയായി തുടരുന്ന ശനി ഉപദ്രവകാരനല്ലാതെ നിൽക്കുന്നുണ്ട്, 12 വ്യാഴം അനുകൂല സ്ഥിതിയിലല്ല, അതുപോലെ ശുക്രൻ അനുകൂല സ്ഥിതിയിലാണ് എന്ന് പറയാം. കർക്കിടക രാശിക്കാർക്ക് പൊതുവെ ധനം ഒരുപാട് ചെലവാകുന്ന ഒരു സമയമാണ്. ആ ചെലവാകുന്നത് എന്തിനു വേണ്ടി ചെലവാക്കണം എന്നുള്ളതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പണം ഉണ്ടെങ്കിലേ ചെലവാക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് യാതൊരു നിവൃത്തിയില്ല. പക്ഷെ പണം ഉള്ളവർക്ക് അത് ചെലവാക്കാൻ പാഴ്ചെലവായിട്ട് ഒരുപാട് പാഴ്ചെലവ് പോകാതെ അവനവന് ആവശ്യമായിട്ടുള്ള ഗൃഹോപകരണ സാധനങ്ങളോ ആഭരണങ്ങളെല്ലാം വാങ്ങി വെക്കുകയാണെങ്കിൽ പിന്നീട് അത് ഉപകരിക്കുമെന്ന് പറയാം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത് മൂലം അത് സേഫ്റ്റി ആയിട്ടിരിക്കുന്ന പറയുന്നത് പാഴ്ചെലവ് വരില്ല. ഭവന നിർമ്മാണങ്ങളോ അല്ലെങ്കിൽ ഭവനത്തിന് മോടി പിടിപ്പിക്കുന്ന പ്രശ്നങ്ങളോ വല്ലതും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം പണം ചെലവാകാനുള്ള സാധ്യതയുണ്ട്. അവനവൻ്റെ കയ്യിൽ നിന്ന് പകുതി പണമേ ഇറക്കാൻ പറ്റുകയുള്ളൂ, പകുതി സേഫ്റ്റിയായി സൂക്ഷിക്കണം എന്ന് തീർച്ചയായിട്ടും പറയുന്നത്. കാരണം വ്യാഴം 12-ലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് ജന്മത്തിക്ക് വരും. അങ്ങനെയുള്ള സമയങ്ങളിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വ്യാഴം ശനി മാത്രം അനുകൂലപരമായിട്ട് കാര്യമില്ല, അപ്പോൾ വ്യാഴം കൂടി അനുകൂലപരമായിട്ട് വരണം എന്നൊക്കെയാണ് പറയുന്നത്. ഡോക്ടേഴ്സുമാരെല്ലാം പഠിപ്പിൽ കേമന്മാരായി നല്ല വിദഗ്ധ പഠിപ്പെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ്, അതായത് ഇപ്പോൾ ഓരോരോ സ്പെഷ്യലിസ്റ്റ് സംഭവപരമായിട്ടുള്ള വിഭാഗങ്ങളുണ്ടാവും. ENT, അതുപോലെ ഫിസിഷ്യൻ, MD, പൾമോണോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, അതുപോലെ തന്നെ കാർഡിയോളജിസ്റ്റ്, യൂറോളജിസ്റ്റ്, അങ്ങനെ ഓരോരോ സ്പെഷ്യലിസ്റ്റ് എടുത്ത് അവർ ഫീൽഡിൽ ഇറങ്ങി അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഗുണാനുഭവങ്ങൾ പെട്ടെന്ന് കിട്ടുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കുറച്ച് കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത് ക്രമേണതീതമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ സമാധാനം പ്രകടിപ്പിക്കണം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്, അതിനുള്ള വരുമാന മാർഗം കിട്ടി എന്ന് തീരൂ എന്ന് നിർബന്ധം പിടിക്കുന്നത് ദോഷകരമായിട്ട് വരും എന്ന് തന്നെ പറയുന്നത്. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കലാ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഊർജം പകരുന്ന ഒരു സമയം തന്നെയാണ് കാണുന്നത്. ശുക്രൻ സിനിമാകാരകനാണ്. അത് കാരണം ശുക്രൻ നല്ല വിധത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നവർക്ക് ധനച്ചെലവുണ്ടെങ്കിലും അവർക്ക് വരുമാന മാർഗങ്ങളും ഉണ്ടാവും എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ വസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. ആഭരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഗുണാനുഭവങ്ങൾ പോരാ എന്നാണ് തീർച്ചയായിട്ടും പറയണം. ആഭരണങ്ങളും മറ്റുള്ളതും നഷ്ടപ്പെടാതെയും തൊഴിൽ സ്ഥലത്ത് മിസ്സാകാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ ആവശ്യമായിട്ട് തന്നെ കണക്കാക്കി വെക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരികയാണെങ്കിൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ദോഷകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കടന്നു പോകണം. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല. അതുപോലെ കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദോഷകരമാണ്, അത് ശ്രദ്ധിക്കണം. വീഴ്ച മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. ഓട്ടവും ചാട്ടവും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വിട്ടിരിക്കുന്നവർക്കെല്ലാം ഫുട്ബോൾ രംഗത്തായാലും ക്രിക്കറ്റ് സംബന്ധ രംഗത്തായാലും ആക്സിഡന്റ് പറ്റുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. അതെല്ലാം കൈകാര്യം ചെയ്യണം എന്ന് തന്നെ പറയുന്നത്. കർമ്മരംഗത്ത്, തൊഴിൽ രംഗത്ത് പൊതുവെ അവനവൻ്റെ തൊഴിൽ രംഗത്ത് വലിയ പൊതുവെ കുഴപ്പമില്ലാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. അത് വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകും എന്നല്ല സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഇവരുടെ ദൈനംദിന ചെലവുകൾ കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ചില പരിഹാരങ്ങൾ നടത്തണം തീർച്ചയായിട്ടും എന്ന് തന്നെ പറയാം. വ്യാഴത്തിന് പരിഹാരം ചെയ്തേ മതിയാവൂ. മഹാവിഷ്ണു നേരം ദിവസേന ജപിക്കുക. അല്ലാത്ത പക്ഷം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പാൽപ്പായസ വഴിപാടും മഞ്ഞപ്പട്ടും തുളസിമാലിയും വ്യാഴാഴ്ച സമർപ്പിക്കുന്നത് മൂലം ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗണപതിക്ക് കർഹമാല, നാളികേര പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം, ഇതിൽ 3 ഏതെങ്കിലും ഒന്ന് നടത്തുന്ന പക്ഷം ദോഷാധിക്യം കുറഞ്ഞു വരും. അതുകൂടാതെ തന്നെ ഭാഗ്യസൂക്തം വഴിപാട് എല്ലാ ആഴ്ചയിലും നടത്തുക. ഭാഗ്യസൂക്തം ഭാഗ്യം തെളിഞ്ഞ് വരുവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഇവർക്ക് നല്ല ദോഷ സമയങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. ഗുണദോഷ മിശ്രം ഓഗസ്റ്റ് മാസത്തിൽ മിക്കവാറും 20 ദിവസം ഇവർക്ക് ഗുണപരമായിരിക്കും, 10 ദിവസമായിരിക്കും ദോഷഫലങ്ങൾ അനുഭവിക്കുക.
ആ 10 ദിവസം ഏതൊക്കെ എന്ന് തിരഞ്ഞുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഗുണാനുഭവങ്ങളുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് തരാം. അത് വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതാണ്. അതുപോലെ നമസ്കാരം.